നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2025 ജൂൺ മാസത്തെ അവിട്ട നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമൊന്ന് പരിശോധിച്ച് നോക്കാം. അവിട്ട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക മകരക്കൂറിലും ശേഷം 30 നാഴിക വരുന്ന കുംഭക്കൂറിലുമാണ്. മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം 6ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. 6ാം ഭാവാധിപതി ബലവാനും ലഗ്നാധിപതി ബലഹീനുമായിട്ട് നിൽക്കുന്നത് കൊണ്ട് പല രീതിയിലുള്ള തടസ്സങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും 4ാം ഭാവാധിപതി അഷ്ടമത്തിലായത് കാരണം കുടുംബസുഖം കുറയും, ധർമ്മദൈവകോപത്തിൻ്റേതായിരിക്കുന്ന ദുരിതം ഉള്ളത് കൊണ്ട് നടുവേദനയോ അടിവയറ് സംബന്ധമായിട്ടുള്ള രോഗാവസ്ഥയോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഓപ്പറേഷൻ പോലെയുള്ള കാര്യങ്ങൾക്ക് വരെ യോഗമുള്ള സമയമായതുകൊണ്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. സാമ്പത്തിക ഞെരുക്കം പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. എന്നാൽ ജോലിയുടെ കാര്യത്തിൽ വലിയ ദോഷം കാണുന്നില്ല. ലഗ്നാധിപതി മീനൻ രാശി നിൽക്കുന്നവരും ജലധനഭോക്ത എന്ന് പറയുന്ന യോഗം ഉള്ളതുകൊണ്ട് കടൽ കടന്നു പോകാനുള്ള യോഗമുണ്ട്. പക്ഷേ ദൈവാധീന കുറവുള്ളത് കൊണ്ടും ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ, കുടുംബ സംബന്ധമായിട്ടുള്ള സുഖക്കുറവ്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ളത് കാരണമുണ്ടും ഏർപ്പെടുന്ന കാര്യങ്ങളിലൊക്കെ തടസ്സങ്ങൾ പോലെയുള്ള കാര്യങ്ങൾ തന്നെയാണ് കൂടുതലായിട്ടും കാണുന്നത്. കാരണം ലാഭാധിപതി നഷ്ടസ്ഥാനത്ത് നിൽക്കുമ്പോൾ ചെയ്യുന്ന പ്രവർത്തിക്ക് തക്കതായിരിക്കുന്ന ലാഭം, അനുകൂലമായിരിക്കുന്ന പ്രതിഫലം കിട്ടാതിരിക്കാനുള്ള സാധ്യതയും സാമ്പത്തിക ഞെരുക്കം പോലെയുള്ള പ്രശ്നങ്ങൾ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. നല്ല രീതിയിലുള്ള പരിഹാരങ്ങൾ ചെയ്യണം. വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക്, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, ഗണപതി ഹോമം, ശിവക്ഷേത്രത്തിൽ ശംഖാഭിഷേകം, നെയ്വിളക്ക് മുതലായിട്ടുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്യുകയും നല്ല രീതിയിൽ പ്രാർത്ഥന ഉണ്ടാകുകയും ചെയ്യണം. അതുപോലെ നാഗപൂജ ചെയ്യണം. അഷ്ടമത്തിൽ ചൊവ്വ നിൽക്കുന്നവരും ദേവീക്ഷേത്രത്തിൽ ഗുരുതി പുഷ്പാഞ്ജലി, നെയ്വിളക്ക് മുതലായിട്ടുള്ള വഴിപാടൊക്കെ ചെയ്തിട്ട് ദൈവാധീനം വർദ്ധിപ്പിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അവിട്ട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴികയിൽ ജനിച്ചവരെ സംബന്ധിച്ച് വളരെ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളാണ് കാണുന്നത്. കാരണം എന്ന് വെച്ചാൽ 5ാം ഭാവത്തിൽ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം നിൽക്കുന്നു. ദൈവാധീനം നല്ല രീതിയിലുണ്ട്. അതേപോലെ തന്നെ 5ാം ഭാവാധിപതിയായിരിക്കുന്ന ബുധൻ നിവർത്തി സ്ഥാനാധിപതിയോട് യോഗം ചെയ്തിട്ടാണ് നിൽക്കുന്നത്. മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പൂർത്തീകരിക്കാനായിട്ട് സാധിക്കും. നല്ല രീതിയിൽ സംസാരിക്കാനും സംസാരം കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാക്കാനും സാധിക്കും. കർമാധിപതി നിവർത്തി സ്ഥാനത്തുള്ള കാരണം തൊഴിലിൻ്റെ കാര്യത്തിൽ വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ ഉണ്ടാകും. എന്നാൽ പുതിയ പ്രേമബന്ധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ പേരിലൊക്കെ കുറച്ച് കലഹങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം 7ാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ കേതുവിനോട് യോഗം ചെയ്താവുകയും 7ാം ഭാവാധിപതി 5ാം ഭാവത്തിൽ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ കളത്രകാരകനായിരിക്കുന്ന ശുക്രൻ നിൽക്കുന്നത് സഹായസ്ഥാനത്താണെങ്കിൽ പോലും ശത്രുക്ഷേത്രത്തിൽ നിൽക്കുന്നു എന്ന് പറയുന്നൊരവസ്ഥയാണ്. അപ്പോൾ 4ാം ഭാവാധിപതി ബാധകാധിപതിയായിട്ട് 3ൽ നിൽക്കുന്നത് കാരണം വീടുമായിട്ട് ബന്ധപ്പെട്ട് സഹായികളായിരിക്കുന്ന വ്യക്തികളുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ടെൻഷനും പ്രശ്നങ്ങളും അനുഭവിക്കാൻ യോഗമുണ്ട്. മാത്രമല്ല ലഗ്നത്തിലാണ് രാഹു നിൽക്കുന്നത്. അപ്പോൾ ലഗ്നത്തിൽ രാഹു നിൽക്കുന്ന കാരണം വിപരീത സ്വഭാവം, സന്തോഷിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് ടെൻഷനൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അതേപോലെ തന്നെ ലഗ്നത്തിൻ്റെ 2ാം ഭാവത്തിൽ ശനിയാണ്. അപ്പോൾ സ്വയം മുന്നിട്ടിറങ്ങി ചെയ്യുന്ന കാര്യങ്ങൾക്ക് വിജയിക്കാൻ യോഗമുള്ള ഒരു സമയമാണ്. മാത്രമല്ല വിദേശത്ത് പോവുക അതുപോലെയുള്ള കാര്യങ്ങൾക്ക് ജലധനഭോക്ത എന്ന് പറയുന്ന യോഗം ചെയ്ത് മീനൻ രാശി ശനി നിൽക്കുന്നത് കാരണം, അല്ലെങ്കിൽ ചന്ദ്ര ലഗ്നാധിപതി നിൽക്കുന്നത് കാരണം കൊണ്ട് യാത്രാഗുണം പോലെയുള്ള കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ദാമ്പത്യ സംബന്ധമായിട്ട് അത്ര അനുകൂലാവസ്ഥ പറഞ്ഞുകൂടാ. കാരണം 7ാം ഭാവാധിപതി ഇഷ്ടസ്ഥാനത്ത് അനിഷ്ടസ്ഥാനത്ത് നിൽക്കുകയും 7ാം ഭാവത്തിൽ കലഹകാരകത്വം വഹിച്ച് നിൽക്കുന്ന ചൊവ്വ കേതുവിനോട് യോഗം ചെയ്ത് നിൽക്കുകയും ചെയ്യുന്നത് കാരണമുണ്ട് ഭാര്യയ്ക്ക് രോഗാവസ്ഥ പോലെയുള്ള പ്രശ്നങ്ങൾ കൊണ്ട് മാനസികമായിട്ടുള്ള ടെൻഷൻ വർദ്ധിക്കാനുള്ള സാധ്യതയാണ് കൂടുതലായിട്ട് കാണുന്നത്. അതേപോലെ തന്നെ 5ാം ഭാവത്തിൽ നിൽക്കുന്ന സൂര്യൻ മാനസികമായിട്ട് കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതയും ദാമ്പത്യ സംബന്ധമായിരിക്കുന്ന വിഷയത്തിലുണ്ട്. ഘടകാരകനായിരിക്കുന്ന കേതുവാണ് 7ാം ഭാവത്തിൽ നിൽക്കുന്നത്. അത് കാരണം കൊണ്ട് തന്നെ അടിവയറ് സംബന്ധമായിട്ടുള്ള രോഗാവസ്ഥ അല്ലെങ്കിൽ നടുവേദന പോലെയുള്ള കാര്യങ്ങൾക്ക് യോഗമുണ്ട്. അതിനുള്ള പരിഹാരങ്ങൾ നല്ല പ്രാർത്ഥനയുണ്ടാകണം. അങ്ങനെയുള്ള അവസ്ഥകാര്യങ്ങളുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ഗുണങ്ങൾ അനുഭവിക്കാനായിട്ട് ഈ മാസത്തിൽ അവിട്ട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴികയിൽ ജനിച്ചവർക്ക് സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.